പഹൽഗാമിലെ കണ്ണീരിന് ചുട്ട മറുപടിയാണ് നാം കണ്ടത്. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം. പാക് ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചത് റാഫേൽ ജെറ്റുകൾ, സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളും ഉപയോഗിച്ചാണ്. ഇപ്പോൾ ചർച്ചയാകുന്നത് റാഫേൽ പോർവിമാനങ്ങളെക്കുറിച്ചാണ്. 2023 ജൂലൈയിലാണ് റാഫേൽ വാങ്ങൽ ആദ്യമായി രാജ്യം പരിഗണിക്കുന്നത്. അന്ന് പ്രതിരോധ മന്ത്രാലയം ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച നാവിക പോർവിമാനങ്ങളിൽ ഒന്നായി റാഫേൽ എം കണക്കാക്കപ്പെടുന്നു. വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പറന്നുയരാനും ഇറങ്ങാനും സാധിക്കുന്ന സാഫ്രാൻ ഗ്രൂപ്പിന്റെ ശക്തിപ്പെടുത്തിയ ലാൻഡിംഗ് ഗിയറുകളാണ് ഇതിലുള്ളത്. കൂടാതെ മടക്കാനാകുന്ന ചിറകുകൾ, കഠിനമായ സാഹചര്യങ്ങളെയും ഡെക്ക് ലാൻഡിംഗിനെയും താങ്ങാൻ കഴിയുന്ന അടിഭാഗം, ടെയിൽ ഹുക്കുകൾ എന്നിവയും ഇതിന്റെ സവിശേഷതകളാണ്. ഒരു വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഇന്ധനം നിറയ്ക്കുന്ന സംവിധാനം ഉപയോഗിച്ച് മറ്റൊരു വിമാനത്തിന് ഇന്ധനം നൽകുന്ന ബഡി ഏരിയൽ റീഫ്യൂലിംഗ് സംവിധാനം ഇതിലുൾപ്പെടുന്നു. ഇത് പോർവിമാനങ്ങൾക്ക് കൂടുതൽ സമയം ആകാശത്ത് നിലനിൽക്കാൻ സഹായിക്കും. ഇന്ത്യൻ വ്യോമമേഖലയിൽ നിന്നുകൊണ്ട് നാവികസേനയുടെ പിന്തുണയോടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. പുലർച്ചെ 1:44 ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. റാഫേലിൽ നിന്ന് തുടക്കുന്ന സബ്സോണിക് വിഭാഗത്തിൽപ്പെട്ട സ്കാൽപ് മിസൈലുകൾക്ക് 450 കിലോ പോർമുന വഹിക്കാനും 300 കിലോമീറ്റർ വരെ പ്രഹരിക്കാനും ശേഷിയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 4000 കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെയും ഇവയ്ക്ക് തകർക്കാൻ കഴിയും. പോർവിമാനങ്ങളിൽ നിന്ന് തൊടുത്തുകഴിഞ്ഞാൽ പിന്നീട് നിയന്ത്രിക്കാനോ ലക്ഷ്യം മാറ്റാനോ കഴിയാത്ത ഫയർ ആൻഡ് ഫോർഗേറ്റ് വിഭാഗത്തിലുള്ള ഇവ പ്രധാനമായും കമാൻഡ് സൈറ്റുകൾ, എയർഫീൽഡുകൾ തുടങ്ങിയവ തകർക്കാനാണ് ഉപയോഗിക്കുന്നത്. ഹൈലി എജിൽ മോഡുലാർ അമ്യൂണിഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച് എന്നതിന്റെ ചുരുക്കെഴുത്തായ ഹാമറുകൾക്ക് 70 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുണ്ട്. 125 കിലോഗ്രാം മുതൽ 1000 കിലോഗ്രാം വരെ ഭാരമുള്ള സാധാരണ ബോംബുകളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന A2 ഗ്രൗണ്ട് യുദ്ധോപകരണ കിറ്റുകളാണ് ഇവ. GPS, ഇൻഫ്രാറെഡ്, ലേസർ രശ്മികളുടെ സഹായത്തോടെ കൂറ്റൻ ലക്ഷ്യങ്ങളെ വരെ കൃത്യതയോടെ ഭേദിക്കാൻ ഹാമറുകൾക്ക് സാധിക്കും. ഒരു സമയം 6 ഹാമറുകൾ വരെ വഹിക്കുവാൻ റാഫേൽ വിമാനങ്ങൾക്ക് ശേഷിയുണ്ട്. ഈ ആക്രമണത്തിനുപയോഗിച്ച റാഫേൽ വിമാനങ്ങൾക്ക് 9.3 ടൺ ആയുധങ്ങൾ വരെ വഹിക്കുവാൻ കഴിയും. A2 എയർ, A2 ഗ്രൗണ്ട് മിസൈലുകൾക്ക് പുറമെ ആണവായുധങ്ങൾ വഹിക്കുവാനും ഇവയ്ക്ക് ശേഷിയുണ്ട്. അത്യാധുനിക റഡാർ സംവിധാനവും ശത്രു റഡാറുകൾ നിശ്ചലമാക്കാനുള്ള കഴിവും റാഫേലിനുണ്ട്. ലഡാക്ക് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള കരുത്തും ആക്രമിക്കുന്ന ശത്രു മിസൈലുകളെ വഴിതിരിച്ചുവിടാനുള്ള സംവിധാനവും ഇതിന്റെ പ്രത്യേകതയാണ്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ റാഫേലിന് സാധിക്കും. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.